ആഗമാന സുറിയാനി സഭകളുടെ സുന്നഹദോസ് ബെയ്റൂത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അജാനെ പാത്രിയാർക്ക അരമനയിൽ ചേരുന്ന ഇഗ്നാത്തിയോസ് എഫ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ അധ്യക്ഷനാകുന്നു. നവാഭിഷിക്തനായ ശ്രേഷ്ഠ ബസലിയോസ് ജോസഫ് കാതോലിക്ക ബാവ പങ്കെടുക്കുന്ന ആദ്യ സുന്നഹദോസാണിത്. സുന്നഹദോസ് ചേരുന്ന ബെയ്റൂത്തിലെ അജാനെ പാത്രിയാർക്ക അരമനയിൽ നിന്ന് നമ്മുടെ ഗീസ് പീറ്റർ ചേരുന്നുണ്ട്. ഗീസ്, പറയൂ അവിടെ നിന്നുള്ള വിവരങ്ങൾ. സ്മിത, സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത് ചരിത്രപരമായ ഒരു മുഹൂർത്തം കൂടിയാണ്. കാരണം ആഗമാന സുറിയാനി സഭകളുടെ സുനഹദോസ് അത് ഏകദേശം 25 കൊല്ലങ്ങൾക്കിപ്പുറം, അതായത് കാൽ നൂറ്റാണ്ടുകൾ അധിക കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സുനഹദോസ് ചേരുന്നത്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭകളുടെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സുനഹദോസ് ചേരുന്നു. ഇന്ന് പ്രാദേശിക സമയം 11:30യോടെയാണ് ഈ സുനഹദോസ് ആരംഭിച്ചത്. പാത്രിയാർക്കീസ് ബാവ ഇഗ്നാത്തിയോസ് എഫ്രേം രണ്ടാമനാണ് ഈ സുനഹദോസിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്, ഒപ്പം അധ്യക്ഷനാകുന്നതും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് നവാഭിഷിക്തനായ യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ അധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവയും ഈ സുനഹദോസിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സുനഹദോസ് മുന്നോട്ട് വെക്കുന്ന അജണ്ട ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടാകുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ, ഒപ്പം തന്നെ കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഈ മതമേലധ്യക്ഷന്മാരുടെ മുന്നിൽ ചർച്ചയാവുക. ഒപ്പം തന്നെ ഏകദേശം 80ഓളം മെത്രാപ്പൊലീത്തമാരും പ്രതിനിധികളും, വിവിധ സഭകളുടെ പാത്രിയാർക്കീസിന്റെ കീഴിലുള്ള വിവിധ സഭകളുടെ പ്രതിനിധികളായ മെത്രാപ്പൊലീത്തമാർ ഈ സുനഹദോസിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ ശ്രദ്ധേയമായിട്ടുള്ളത് യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷന്റെ ഭരണശ്രേണിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെയാണ് ഇന്ത്യൻ മഫ്രിയാനയുടെ കീഴിൽ വരുന്നത്, ചുമതലകൾ എന്തൊക്കെയെന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്ന് ചർച്ചയാകും. അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. എന്തു തന്നെയായാലും യാക്കോബായ സഭാ നേതൃത്വത്തിൽ എല്ലാ മെത്രാപ്പൊലീത്തമാരും ഈ ചടങ്ങിൽ ഈ സുനഹദോസിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ എന്തെങ്കിലും പ്രത്യേക നിലപാടുകൾ, സ്വാഭാവികമായിട്ടും ആ തർക്കത്തിന്റെ വിവരങ്ങൾ അറിയുവാൻ പാത്രിയാർക്കീസ് ബാവയ്ക്കും ഒപ്പം തന്നെ മറ്റ് ഓർത്തഡോക്സ് സഭകളുടെ അധ്യക്ഷന്മാർക്കും മെത്രാപ്പൊലീത്തമാർക്കും പ്രതിനിധികൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്തമാരിൽ ആരെങ്കിലും ഒരാൾ ആ വിഷയം ഉന്നയിക്കും. അതല്ലെങ്കിൽ പുതിയതായി വാഴിക്കപ്പെട്ട കാതോലിക്ക ബാവ തന്നെ നിലവിലെ മലങ്കരയിലെ സാഹചര്യങ്ങൾ അത് സുനഹദോസിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. എന്തു തന്നെയാലും അതിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. കാര്യമായി ഒരുപക്ഷെ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടേക്കില്ല എന്നാണ് രാവിലെ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായ വിവരം. എന്തായാലും അത് ചർച്ചയാവുകയാണെങ്കിൽ അത് വലിയൊരു വാർത്തയാകും. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സുനഹദോസ് മുന്നോട്ട് വെക്കുമോ എന്നതും ഉറ്റുനോക്കുകയാണ് സ്മിത. ശരി. ആഗമാന സുറിയാനി സഭകളുടെ സുനഹദോസ് ബെയ്റൂത്തിൽ ചേരുകയാണ്. അവിടെ നിന്ന് അരമനയിൽ നിന്നാണ് നമ്മുടെ ഗീസ് പീറ്റർ വിവരങ്ങളുമായി ചേർന്നത്.